നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര പാലിയവിളകം കടവിൽ സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ മരിച്ചവരെ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശികളായ സ്നേഹദീപ്, ശ്രീകല ദമ്പതികളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 പേജുള്ള ആത്മഹത്യക്കുറിപ്പും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഇതേ കടവിൽ ചാടിയെന്നാണ് പ്രാഥമിക നിഗമനം. കൈകൾ പരസ്പരം കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കമഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടത്. മൃതദേഹത്തിന് അടുത്തു നിന്ന് സ്ത്രീയുടെയും പുരുഷന്റെയും ചെരുപ്പ് കണ്ടെത്തുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ 2 മൃതദേഹങ്ങൾ പൊങ്ങിയ നിലയിൽ കണ്ടത്. ഫയർഫോഴ്സ് സംഘം എത്തിയാണ് മൃതദേഹം കരയ്ക്കെത്തിച്ചത്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഇവരുടെ ആത്മഹത്യക്ക് പിന്നിലെ കാരണമെന്നത് വ്യക്തമായിട്ടില്ല. അതിനിടെ മറ്റൊരു സംഭവത്തിൽ മാലൂരിൽ അമ്മയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നിട്ടാറമ്പ് സ്വദേശി പറമ്പൻ വീട്ടിൽ നിർമ്മല, മകൻ സുമേഷ് പറമ്പൻ എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുമേഷിനെ തൂങ്ങി മരിച്ച നിലയിലും നിർമ്മലയെ കിടപ്പുമുറിയിൽ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. അമ്മയെ മകൻ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇടുക്കി മറയൂരിൽ KSEB ജീവനക്കാരനാണ് സുമേഷ്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു അമ്മയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇരുനില വീടിന്റെ താഴത്തെ നിലയിലുള്ള കിടപ്പുമുറിയിലായിരുന്നു നിർമ്മലയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഡൈനിങ് റൂമിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു സുമേഷിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീടിനുള്ളിലോ പുറത്തോ വെളിച്ചമുണ്ടായിരുന്നില്ല. വീടിന്റെ വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു. ഇതിനെ തുടർന്ന് സംശയം തോന്നിയ നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെയും ആശാ വർക്കറെയും വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വീട് തുറന്ന് പരിശോധിച്ചു. മൃതദേഹങ്ങൾ 2 ദിവസത്തെ പഴക്കമുള്ളതായാണ് പറയുന്നത്. വീട്ടിലും പരിസരത്തും ദുർഗന്ധം വമിച്ചിരുന്നു. സുമേഷ് പതിവായി മദ്യപിക്കുന്നയാളാണെന്ന് നാട്ടുകാരും അയൽവാസികളും പറഞ്ഞു. ഇതേ തുടർന്ന് വീട്ടിൽ ബഹളം പതിവായിരുന്നു. നേരത്തെ പേരാവൂർ സെക്ഷനിൽ ലൈൻമാനായിരുന്നു സുമേഷ്. ജോലി സമയത്ത് ലഹരി ഉപയോഗിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. ഇതോടെ ഇടയ്ക്ക് മാത്രമേ സുമേഷ് വീട്ടിലെത്താറുണ്ടായിരുന്നുള്ളൂ. നിർമ്മലയുടെ ഏക മകനാണ് സുമേഷ്. തൊഴിലുറപ്പ് ജോലി ചെയ്താണ് നിർമ്മല ജീവിച്ചിരുന്നത്. മകൻ സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നതിനാൽ അയൽവാസികളുമായി സഹകരണം ഉണ്ടായിരുന്നില്ല. അമ്മയും മകനും മരിച്ച വിവരം നാട്ടുകാർ അറിഞ്ഞത് 2 നാൾ കഴിഞ്ഞാണ്. 2 ദിവസമായി ആളനക്കമില്ലാത്തതിനെ തുടർന്ന് അയൽവാസികൾ ചെന്ന് നോക്കിയപ്പോഴാണ് വീടിനകത്തുനിന്ന് ദുർഗന്ധം അനുഭവപ്പെട്ടത്. ഉടനെ പോലീസിൽ അറിയിക്കുകയും പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തുകയുമായിരുന്നു. ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുകയും അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മകൻ തൂങ്ങി മരിക്കുകയുമാണ് ഉണ്ടായതെന്നാണ് സാഹചര്യ തെളിവുകൾ വിലയിരുത്തി പോലീസിന്റെ നിഗമനം. വീട്ടിൽ മിക്കപ്പോഴും വഴക്കുണ്ടാകാറുണ്ടെന്ന് സമീപവാസികൾ പോലീസിനോട് പറഞ്ഞു. വഴക്കിനിടയിൽ അമ്മയെ പിടിച്ചു തള്ളിയപ്പോൾ ചുമരിലിടിച്ച് തലയ്ക്ക് പരിക്കേറ്റെന്നാണ് മരിച്ചതെന്ന് കരുതപ്പെടുന്നു. കിടക്കയിൽ കിടത്തിയ ശേഷം സുമേഷ് കിടപ്പുമുറിയിൽ തന്നെ തൂങ്ങി മരിച്ചു. അമ്മയും മകനും മാത്രമാണ് വീട്ടിൽ താമസം. സംഭവം അറിഞ്ഞ് വൻ ജനക്കൂട്ടം മാലൂർ നിട്ടാറമ്പിൽ എത്തി. വസ്തുതകൾ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂവെന്ന് DYSP KV പ്രമോദൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.